വളരെ മനോഹരമായി മോഡേൺ കണ്ടംപററി ഡിസൈനിൽ നിർമ്മിച്ച ഒരു അതിമനോഹരമായ വീടിന്റെ റിവ്യൂ ആണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. 1850 സ്ക്വയർ ഫീറ്റിൽ 37 ലക്ഷം രൂപയ്ക്ക് നിർമ്മാണം പൂർത്തിയാക്കിയ ഒരു വീടിനെ കുറിച്ചുള്ള റിവ്യൂ ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ക്ലാരിടെക് ഇൻഫോയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത് കായംകുളം കരിയിലക്കുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ദേവു കൺസ്ട്രക്ഷൻസ് ആണ്. ബാക്കിയുള്ള വിശേഷങ്ങൾ നേരിട്ട് കണ്ടറിയാം. നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ദേവു കൺസ്ട്രക്ഷൻസിൻ്റെ ഓണർ പ്രതിഭനാണ്. പ്രതിഭട്ട, ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് പറയാം. ഈ വീടിൻ്റെ ഇതിപ്പം 15 സെൻറ്റ് വസ്തുണ്ട് അതിനകത്ത് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ എടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആദ്യം ഇത്ര ബെഡ്റൂം 4 ബെഡ്റൂമാണ്. അപ്പോൾ അതിൻ്റെ 4 ബെഡ്റൂം, സിറ്റ് ഔട്ട്, ലിവിങ് റൂം, ഡൈനിങ്, കിച്ചൺ, വർക്ക് ഏരിയ, സ്റ്റെയർ കേസ് എല്ലാം, 3 ടോയ്ലറ്റ് അറ്റാച്ച്ഡ്. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ കൊടുത്തത്. അപ്പോൾ അവരുടെ ആ രീതിയിലാണ് വരച്ച് പിന്നെ അവർക്കൊരു കണ്ടംപററി മോഡൽ ചെയ്യണമെന്ന് പറയാം. അങ്ങനെ ആ മോഡലാണ് 3D എടുത്ത് അവർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇത് മൊത്തം നമുക്ക് ഇന്റീരിയൽ കൂടാതെ ചെയ്തേക്കുന്നത് 37 ലക്ഷം രൂപയാണ്. ഇന്റീരിയൽ കൂടാതെ വന്നേക്കുന്നത്. അതാണ് ഇതിന്റെ ഇത്. പിന്നെ ഇന്റീരിയൽ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. മൊത്തം 4 ബെഡ്റൂം അല്ലേ? മൊത്തം 4 ബെഡ്റൂം, താഴെ 2, മുകളിൽ 2. എല്ലാ ബെഡ്റൂം എല്ലാം വലിയ സൈസ് സ്പേസിലുള്ള. എത്രയാണ്? 1850 സ്ക്വയർ ഫീറ്റ്. ഈ ഫ്രണ്ട് വ്യൂ നമ്മൾ നോക്കുമ്പോൾ എന്തൊക്കെ പ്രത്യേകതകളാണ് വീടിന് കൊടുത്തിട്ടുള്ളത്? പ്രത്യേകത നമ്മൾ കൊടുത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തന്നെ നമ്മുടെ ഫ്രണ്ട് ലൈറ്റ് തൂണ് ഒരു പുതിയൊരു മോഡലായിട്ട് എടുത്തേക്കുന്ന ലൈറ്റ് തൂണാണ്. ഓക്കെ. അത് മറ്റേ ഗ്ലാഡിങ് ഒന്നും ഒട്ടിക്കാതെ പുതിയൊക്കെ ഇട്ട് അത് 2 തൂണായിട്ട് മാറ്റി ഒരു സെപ്പറേഷൻ കൊടുത്തേക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്റ്റോണിന്റെ ഒരു ഡിസൈൻ ഒരു 3 ഭാഗത്തായിട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റോണിന്റെ ഡിസൈൻ അല്ലേ? സ്റ്റോണിന്റെ ഡിസൈൻ ചെയ്തേക്കുന്നത്. വെട്ടുകല്ലിന്റെ ഒരു ഇതാ ചെയ്തേക്കുന്നത്. പിന്നെ വെട്ടിക്കൽ ഫർഗോള കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് ഗ്ലാസ്, പിന്നെ എല്ലാം ബോക്സ് ഐറ്റമാണ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ റൂമിന്റെ ഒക്കെ സൈസ് ഒക്കെ എങ്ങനെയാണ്? റൂമിന്റെ സൈസ് 420 ഒരു ബെഡ്റൂം. എനിക്ക് തോന്നുന്നു മാസ്റ്റർ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം 420, 380. അത്യാവശ്യം എല്ലാം സ്പേസ് ഉള്ള റൂമാണ്. അവർക്ക് സ്പേസ് വേണമെന്ന് പറഞ്ഞ ആ രീതിയിലാണ് ചെയ്തത്. സെപ്പറേറ്റ് ഡൈനിങ്ങും സെപ്പറേറ്റ് കൊടുത്തു. ഉള്ള ഏരിയ നമ്മളത് കറക്റ്റ് യൂസ് ചെയ്യുക, എല്ലാം യൂസ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അവർ സ്റ്റഡി ടേബിൾ ഇട്ടിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ അവിടെ ഒരു സ്റ്റഡി പിള്ളേർക്ക് പഠിക്കുന്ന ഒരു രീതി എടുത്തിട്ടുണ്ട്. പിന്നെ മേലോട്ട് സ്റ്റെയർ കേസ് അത്യാവശ്യം നല്ല ഇന്റീരിയർ വർക്കൊക്കെ ഒരു ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പം കിച്ചണും ഉണ്ട്, വർക്ക് ഏരിയ ഉണ്ട്. കിച്ചൺ നമ്മൾ മോഡുലാർ കിച്ചൺ ചെയ്തിട്ട് വർക്ക് ഏരിയയും അതിനോട് തന്നെ ഇതായിട്ട് ചെയ്തേക്കുന്നു. നല്ലൊരു അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡൽ അവർ കാണിച്ചപ്പോൾ അത് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു രീതിയിലായിരിക്കും.
സോ ഇതാണ് വീടിൻ്റെ ഉടമസ്ഥ രാജി ചേച്ചി. ചേച്ചി എങ്ങനെയാണ് ഈ ഒരു വീട് വെക്കാനായിട്ടുള്ള പ്ലാനിങ് ഒക്കെ തുടങ്ങിയത്? വീട് ഒരുപാട് നമുക്ക് ആഗ്രഹമായിരുന്നു നമുക്കൊരു പെര വെക്കണമെന്നുള്ളത്. അന്നേരം അത് ഏത് രീതിയിൽ ആരെ ഏൽപ്പിക്കും ഒന്നും അറിയത്തില്ലായിരുന്നു. എങ്ങനെ വിശ്വസിച്ച് നമുക്ക് ഒരാളെ ഏൽപ്പിക്കണമല്ലോ. അങ്ങനെ ഇന്നപ്പം എന്റെ ഹസ്ബൻഡ് നാട്ടിലില്ലാത്തതുകൊണ്ട് നമുക്കെല്ലാം നോക്കി അതേ ഉത്തരവാദിത്തമുള്ള ആരെങ്കിലും ഏൽപ്പിക്കണ്ടായ. അങ്ങനെ ഇരുന്നപ്പോഴാണ് നിങ്ങളുടെ ചാനൽ എന്റെ ഹസ്ബൻഡ് കണ്ടത്. നിങ്ങളിലൂടെയാണ് പ്രദീപ് ചേട്ടനെ ഞങ്ങൾ പരിചയപ്പെട്ടത്. അങ്ങനെ പുള്ളിക്കാരന് ഞങ്ങൾ വർക്ക് കൊടുത്ത് പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമൊന്നുമില്ല. പുള്ളിക്കാരന് ഒരുപാട് സൈറ്റ് ഉണ്ടെങ്കിൽ തന്നെയും ഡെയിലി 2 നേരം വന്ന് നമ്മുടെ വീട് പണിയുന്നതെല്ലാം നോക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. നമ്മൾ ആഗ്രഹിച്ച കൂട്ട് തന്നെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് 4 ബെഡ്റൂം വേണമെന്നായിരുന്നു ആഗ്രഹം. അതേ രീതിയിലാണ് എല്ലാം ചെയ്ത് വെച്ചത്. നമുക്ക് 3D എടുത്ത് കാണിച്ച് അന്നേരം ഞങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ പണി കൊടുത്ത് ചെയ്തു തന്നു. പിന്നെ ഹൗസ് വാമിങ്ങിന് വന്ന ഒരുപാട് ആളുകൾ നല്ല അഭിപ്രായം പറയുന്നുണ്ടായിരുന്നു. ഹസ്ബൻഡിനും ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. സൈനിങ് ഓഫ്.